ഉറപ്പായിട്ടും അവരെന്നെ ആയിരിക്കും. ഞാൻ തീർന്ന്, എന്റെ ജീവിതം തീർന്നു. ഈശ്വര, ഈ പണ്ടാരക്കാലി എന്തിനാ എന്റെ ജീവിതത്തിലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു ഉപദ്രവം ചെയ്തിട്ട്? ദൈവമേ, ഇവക്ക് കെട്ടിത്തൂക്കി ചാവാനാണെങ്കിൽ അവളുടെ വീട്ടിൽ ചെയ്താൽ പോരായിരുന്നോ? ഇനിയിപ്പൊ ഞാൻ ആരെ വിളിച്ചെന്റെ വിഷമം പറയൂ? ഈശ്വര, ഒന്ന് ഫോൺ വിളിച്ചു നോക്കി. കിട്ടി, എന്നെ കാണാണ്ട് പോയ തേപ്പെട്ടി കിട്ടി. ഇപ്പോഴാണ് അതിന്റെ കയ്യിലിരിപ്പിന് പറ്റിയ മോന്തയായത്. എനിക്കെന്റെ കാര്യം പറ, നീ തേരപ്പേര നടക്കുന്നത്? അല്ല, അത് പോട്ടെ. എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ചെയ്ത വികാരം? അല്ല പറയാൻ പറ്റേ, ഞാന് ഒരു ടെൻഷനില്ല. എനിക്ക് ടെൻഷൻ അടിക്കണം, എന്നെ ഒന്ന് വെറുതെ വിട്. ഈശ്വര, ദൈവമേ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ആ ജീവൻ ഒറ്റയെടുത്ത. എടോ, നിനക്കൊരു കാര്യം അറിയോ? നീ ഇവിടെ ഇല്ലാണ്ടിരുന്നപ്പോ ഞാനും ആ ജീവനും കൂടെ എന്റെ ഫ്രണ്ടായിട്ട് ഒരുത്തി ഇവിടെ വന്നായിരുന്നു, അവന്റെ ഫ്രണ്ടായിട്ട് ഒരുത്തനും ഇവിടെ വന്നായിരുന്നു. അവര് രണ്ടുപേരും കൂടെ. ബാക്കി ഞാൻ പിന്നെ പറയാം. എനിക്ക് തല കറങ്ങുന്നുണ്ട്. എനിക്ക് ടെൻഷൻ അടിപ്പിക്കില്ല. രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നത്? നീ ഒന്ന് പോടാ, എനിക്ക് ടെൻഷൻ അടിക്കണം. ഞാൻ ഇല്ലാത്ത സമയത്ത് രണ്ടുപേരും കൂടെ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ദൈവമേ, ഈശോയെ, എന്തേലും ഒരു വഴി പറഞ്ഞു തായോ. എടി, ഞാൻ നിന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞില്ല, മറ്റേ നിത്യയുടെ കൂട്ടുകാരുടെ എന്റെ കൂടെ വന്ന ആ സിനിമാക്കാരൻ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ കാര്യമൊക്കെ. ഒളിച്ചോടിയാ? അതുങ്ങൾ രണ്ടും തട്ടിപ്പോയ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് മനസ്സിലായി? നിനക്ക് എന്ത് തേങ്ങ നീ ഇതെങ്ങനെ കേൾക്കണം? നീ ഞാൻ എന്തിനാ കേൾക്കണം? ഞാൻ ഇതിലില്ലല്ലോ. ഞാൻ 2 ദിവസം വീട്ടിലാണല്ലോ. ആഹാ, അപ്പൊ നിനക്ക് ഇതിന്റെ അകത്ത് പ്രശ്നം ഇല്ലെന്നാണ്? എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ പാടായി, ഞാൻ എന്റെ പാട് നോക്കി. ചേട്ടാ, സത്യത്തിൽ ഞാൻ ഇതിന്റെ അകത്ത് അബദ്ധത്തിൽ പറ്റിപ്പോയതല്ലേ. അല്ല, വേറെ കാര്യമുണ്ട്. എന്തോ? ഞാൻ മാത്രമല്ല പെടുന്നത്, നിന്റെ നിത്യം പെടും. മനസ്സിലായോ? അതെങ്ങനെ നിത്യപ്പെടുന്നത്? ചേട്ടാ, നിത്യാണ് അവളെ വിളിച്ചോണ്ട് വന്ന്. മനസ്സിലായോ? എന്റെ പൊന്നു ജീവ, എന്നെ ഇതിനകത്ത് വലിച്ചിടല്ലേ. അതെന്നാ വർത്തനാണോ നീ പറയുന്നത്? എടാ, നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? അപ്പൊ നീയല്ലേ ഇങ്ങനെയുള്ള അവസരത്തിൽ എന്നെ രക്ഷിക്കേണ്ടത്? അല്ലേ? ഇങ്ങനെയുള്ള അവസരത്തിൽ രക്ഷിക്കും ഞാനത് ഡിങ്കനാ, മായാവിയാ, കുട്ടൂസനാ, സൂപ്പർമാനാ? കിടപ്പാടം പോണ പരിപാടിയാണ്. എന്റെ കിടപ്പാടം മാത്രമല്ല, നിന്റെ കിടപ്പാടം പോകും, നിത്യയുടെ കിടപ്പാടം പോകും. എന്റെ കിടപ്പാടം എങ്ങനെ പോവാനാ? ഇവിടെ നിന്റെ കിടപ്പാടം പോകുന്ന ഞാനല്ല നിന്നെ കൊണ്ടുവന്ന്. അപ്പൊ നിന്റെ കിടപ്പാടം പോവേടാ. നീ ആദ്യോട് അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ. നീ കരയല്ലേ, എന്തേലും പറയാ. എന്താ പറയണ്ടേ? എന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിരപരാധനാണ്, അവള് നിരപരാധിയാണെന്നുള്ളത് നീ എങ്ങനെയെങ്കിലും ആന്റിനെ വ്യക്തമാക്ക്. അത് പിന്നെ ആന്റിയോട് പറഞ്ഞ ആന്റി വിശ്വസിക്കോ? എനിക്കറിയാൻ പാടില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിശ്വസിക്കും. എനിക്ക് കിടക്കാം. നീ കരയാണ്ടിരിക്കും, ഞാൻ പോയിട്ട് പറയാം. എടാ, ഞാൻ നിരപരാധി, നീ നിരപരാധി, നിരപരാധി, എല്ലാരും നിരപരാധിയാ. കരയല്ലേ, പറയാ. നീ ഒന്ന് പോയി പറഞ്ഞ് സെറ്റാക്കണൊന്ന് പോ. ഇതിന് പോയില്ലേ, ഒന്ന് പോടാ. ടെൻഷൻ പോയാ? പോയില്ലേ? എടാ, പോടാ. ടെൻഷൻ എന്തെയും ഇതെന്താ എക്കോയാ? എനിക്കൊരു വാലും തുമ്പും കിട്ടുന്നില്ല. ഏത് നേരത്താണോ അവളെ വിളിച്ചിങ്ങോട്ട് കേറ്റാൻ തോന്നിയത്? ആന്റി എന്തിനാ സമ്മതിച്ച? ആന്റിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവുന്ന. ഞാൻ ഒറ്റ ഒടി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ അന്നേരം പറഞ്ഞതാ ഈ ബാന്ധ എന്നും വിളിച്ച് വീട്ടിൽ കേറ്റരുതെന്ന്. അന്നേരം എന്നെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിച്ചിട്ട് ഇപ്പൊ എനിക്കായി കുറ്റം. അല്ല, നിർബന്ധിച്ചാലും ആന്റി സമ്മതിച്ച എന്തിനാ? ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ വാദി പ്രതിയായോ? ആന്റിക്ക് കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ഉള്ളല്ലോ. ഞങ്ങളെ പോലെ പിള്ളേരാണോ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു അഡ്വക്കേറ്റ്. ഹലോ വക്കീലേ. ആ വക്കീലേ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബന്ധുവിന്റെ, അല്ലല്ല, ബന്ധുവിന്റെ അല്ല വക്കീലെ, കേക്ക് പറയുന്നത്. ബന്ധുവിന്റെ 2 സുഹൃത്തുക്കൾ ഇവിടെ വന്ന് നിന്നായിരുന്നേ. അപ്പൊ അതുങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് ഒളിച്ചോടി. ഇപ്പോ 2 അജ്ഞാത ശവങ്ങൾ ഇങ്ങനെ. അയ്യോ വക്കീലെ, ഫ്രണ്ട് അങ്ങേര് വെച്ചിട്ട് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അതെ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അത് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടാണ്. ഇപ്പൊ പോലീസിലാണ്.
പക്ഷെ നമ്പർ ഇല്ല. നമ്പർ ഇല്ലേ? ഇതിനകത്ത് കാണും, നോക്കി എടുക്ക്. അല്ല, ഈ 100 വിളിച്ചാ പോലീസിനെ കിട്ടുമല്ലോ, അവന്റെ പേര് പറഞ്ഞാൽ കിട്ടും. അത് ഏതെങ്കിലും പോലീസുകാരല്ലേ എടുക്കുന്നത്? വിപിൻ. ആന്റി, നമ്പർ ഉണ്ട്. എക്സ് വിപിൻ. ഒന്നും തോന്നല്ലേ. ഹലോ. ഹലോ, വിപിൻ അല്ലേ? അതല്ലോ. ആരാ വിളിക്കുന്നത്? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? സുമതിയാണോ? അല്ല, ഞാനേ നിത്യ, പണ്ട് കോളേജിൽ ഒരുമിച്ച് പഠിച്ച. നമ്മള് ഒരേ ബെഞ്ചില് അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ ഇരുന്നിട്ട് കണ്ണും. അതന്നെ. അതെ, എന്റെ ഒരു ഫ്രണ്ട് പാലക്കാട് നിന്നുള്ള ഒരു കുട്ടിയായിരുന്നേ. ഭയങ്കര നിഷ്കളങ്കയായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടാവും. ഇല്ല, നീ പഠിച്ചിട്ടില്ല അവളുടെ കൂടെ. അപ്പോ അവളെ ഇവിടെ എന്റെ കൂടെ ഒരു ദിവസം നിക്കാൻ വന്നതായിരുന്നേ. അപ്പോ എന്റെ ആന്റി ഇവിടെ ഇങ്ങനെ ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ജീവൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അവന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെയും കൂടെ കൊണ്ടുവന്നേ. അപ്പൊ ആക്ച്വലി ഇവര് നമ്മളെ തേക്കാനായിരുന്നു പരിപാടി. ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നിട്ട് വീട്ടിൽ പറയാതെ ഒളിച്ചോടാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഇവളാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് കാരണം ഞാൻ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നു വിചാരിച്ചില്ല. ഇപ്പോ അവരെ കാണാതായിട്ട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു വാർത്ത വന്നിരിക്കുന്നു. ഇങ്ങനെ 2 അജ്ഞാത ജഡങ്ങൾ, കമിതാക്കളുടെ ജഡങ്ങള് ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ടെന്ന് കാണുന്നു, മരിച്ച് കിടപ്പുണ്ട്. അത് തന്നെ. അവരാണോന്ന് നമുക്കൊരു ഡൗട്ട്. ആന്റി, ഞാനും അങ്കിളും. എന്തുകൊണ്ട് വിളിച്ചാൽ മതി, ഞാൻ കേസ് എനിക്ക് വന്നതാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരി, എന്ന് വെച്ചോളൂ കേട്ടോ. എന്താ മോളെ? കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ദൈവം എന്റെ കർത്താവേ. പക്ഷെ ആന്റിയും ഞാനും എന്തായാലും പെടും. അയ്യോ, അങ്ങനെയോ പറഞ്ഞു. എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനാ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടത്. അയ്യോ, നീ വന്നത് എല്ലാത്തിനും കാരണം. ആന്റിക്ക് ഞാനൊരു ശല്യാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോളാം. അയ്യോ, അങ്ങനെ ഇപ്പൊ പോയാലേ ഞാൻ തലക്കിട്ടടിക്കും. നീയും ജീവനും കൂടെ ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കി വെച്ച, രണ്ടുപേരും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. അങ്ങനെ എന്നെ പെടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്റെ കർത്താവേ, അയ്യോ. ഇനി 1 2 3 4 5 5 4 3 2 1 ഇങ്ങനെ എണ്ണ വരുമല്ലോ എന്റെ കർത്താവേ. അയ്യോ.